എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, അങ്ങയുടെ സ്ലീഹാക്കെടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്നേഹപിതാവേ, ഇതിനെക്കുറിച്ച് എന്ത് എഴുതേണ്ടു? അങ്ങയുടെ കൽപ്പനയാൽ മാത്രം എഴുതുവാൻ തുടങ്ങുന്നു. ഈ ദിവസങ്ങളിലെ ഭയങ്കര പ്രവൃത്തികളെ ഓർക്കുമ്പോൾ പാവപ്പെട്ട എൻ്റെ ഹൃദയം ദുഃഖത്താലും വ്യസനത്താലും ഞെരുങ്ങുന്നു. ഞാൻ തനിയെ വിറച്ചു പോകുന്നു. പിതാവേ, ഞാൻ എങ്ങനെ ഇതൊക്കെ സഹിച്ചു, എങ്ങനെ രക്ഷപ്പെട്ടു? എൻ്റെ ആത്മാവിനും ശരീരത്തിനും അപകടം വരുത്താതെ എങ്ങനെ എനിക്ക് തിരിച്ചു കിട്ടി? ഒരു ദുഷ്ടമൃഗത്തോട് ദുഷ്ടമനുഷ്യർ പോലും ഇതിൻവണ്ണം ഒരിക്കലും പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഭയങ്കരമായ വിധത്തിൽ എൻ്റെ ദുഷ്ടതയ്ക്കും കഠിന പാപത്തിനും തക്കവണ്ണം നരക ചെന്നായ്ക്കൾ എന്നോട് പ്രവർത്തിച്ചു. പിതാവേ, എൻ്റെ ശക്തി കൊണ്ടാണ് ഇത് സഹിച്ചതെങ്കിൽ നിശ്ചയമായും ഞാൻ നിർഭാഗിയായി എൻ്റെ ആത്മാവും ശരീരവും ഒന്നിച്ച് മരിച്ച് നരകത്തിൻ്റെ ഭയങ്കര പാതാളത്തിൽ വീണ് നരകവൈരികളുടെ കൂട്ടത്തിൽ പുഴുക്കളുടെ ആഹാരവും മറ്റുമാകുമായിരുന്നു. ഓ, ഇതൊക്കെ സഹിച്ചതും ജയിച്ചതും നിശ്ചയമായും ഞാനല്ല, മോക്ഷപിതാവായ എൻ്റെ സ്നേഹരക്ഷിതാവും പരിശുദ്ധ അമ്മയും കൂടെ നിന്ന് എന്നെ സഹായിച്ചും ധൈര്യപ്പെടുത്തിയും അവരുടെ അളവറ്റ അനുഗ്രഹവും ശക്തിയും കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ ജയിച്ചതെന്ന് നിശ്ചയമാണ്. എന്തൊക്കെയാണ് അവർ എന്നോട് പ്രവർത്തിച്ചതെന്ന് പിതാവിന് നല്ലവണ്ണം അറിയാമല്ലോ. ആ പ്രവൃത്തികൾ ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ബോധത്തിന് എന്തോ ഒരു വ്യസനവും കലക്കവും വരുന്നു. നിർത്തുന്നു. പിതാവേ, പെട്ടെന്ന് ഞാൻ വിചാരിക്കാത്ത സമയത്താണ് ഈ ഉപദ്രവം തുടങ്ങിയത്. അതിനാൽ തന്നെ ഞാൻ വളരെ വിഷമിച്ചു. വ്യാഴാഴ്ച രാത്രി 9-ന് വളരെ കഠിനമായി ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത പ്രകാരം ഓരോ തരത്തിൽ അവർ പ്രവർത്തിച്ചു തുടങ്ങി. ആ നേരത്ത് സഹിക്കരുതാത്ത വ്യസനത്തോടും ദുഃഖത്തോടും കൂടെ എൻ്റെ ആത്മാവും ശരീരവും കന്യാവ്രതവും കാഴ്ചവെച്ച്, നിങ്ങൾ തന്നെ എന്നെ സഹായിക്കണമേ, എന്നെ കൈവിടല്ലേ, എൻ്റെ അമ്മേ, ഞാൻ നിന്റെ മകളാണെന്ന് ഓർക്കണമേ എന്നും മറ്റും സഹിക്കരുതാത്ത ദുഃഖത്തോടും വ്യസനത്തോടും കൂടെ അപേക്ഷിച്ചു. പിതാവേ, എൻ്റെ കന്യാവ്രതത്തിന് വല്ല അപകടവും സംഭവിക്കുമോ, ഞാൻ നശിച്ചു പോകുമോ എന്ന വ്യസനത്താൽ മരണപരാക്രമം ഓരോ ക്ഷണം അനുഭവിച്ചിരുന്നു. 9:30 മണിക്ക് 5 തിരുമുറിവുകളോടെ എൻ്റെ സ്നേഹരക്ഷിതാവും പരിശുദ്ധ അമ്മയും എഴുന്നള്ളി വന്ന് കുറച്ച് ഉയർന്നു നിന്നു. പിതാവേ, ആ സമയത്ത് അല്പം ആശ്വാസം കൂടെ കിട്ടുന്നതിന് സാധിക്കുമായിരുന്നില്ല. വളരെ സ്നേഹവാത്സല്യത്തോടെ എൻ്റെ നല്ല ഈശോ സ്വരമുയർത്തി, എവുപ്രാസ്യ, എൻ്റെ മകളെ, നീ ധൈര്യമായിരിക്കണം. ഈ പീഡകൾ നല്ലവണ്ണം സഹിക്കുക. നിന്റെ ആത്മാവിന് യാതൊരു അപകടവും വരാതെ ഞാൻ കാക്കുന്നുണ്ട്. നിന്റെ മോക്ഷമണവാളനായ ഞാനും നിന്റെ പരിശുദ്ധ അമ്മയും ഇവിടെ നിന്റെ സഹായത്തിനായി വന്നിരിക്കുന്നു. എൻ്റെ മകളെ, നീ നല്ല ധൈര്യമായിരിക്കുക. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഇത് എല്ലാം എൻ്റെ തിരുമനസ്സാകുന്നു. നീ ഇത് സഹിക്കുന്നത് എൻ്റെ ഹൃദയത്തിന് ഏറ്റവും ഇഷ്ടമാകുന്നു. അവർ എന്തെങ്കിലും നിന്റെ ശരീരത്തോട് ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞുപോയി. പിതാവേ, പിന്നെ ഓരോ ഭയങ്കര പ്രവൃത്തികൾ മാറി മാറി ഏറ്റവും വലിയ കഠിനതയോടും അരിശത്തോടും കൂടെ പ്രവർത്തിച്ചു തുടങ്ങി. ഇടയ്ക്ക് പിതാവിനെ ഓർത്തു, ഇനി പിതാവ് വരുമ്പോൾ എൻ്റെ ശവമായിരിക്കും കാണുന്നത്. കുമ്പസാരിക്കുന്നതിനു കൂടെയും അവസരം കിട്ടുകയില്ലല്ലോ എന്ന് പോലും തോന്നി. അവിടുത്തെ ഇഷ്ടം എന്തോ അത് എന്നിൽ പൂർണ്ണമായി നിറവേറ്റണമേ, എനിക്ക് ശക്തി തരണമേ, എന്നെ നിനക്ക് കയ്യാളിക്കുന്നു എന്നും മറ്റും ഹൃദയം കൊണ്ട് അപേക്ഷിച്ചു. ഇടയ്ക്ക് അവിടുന്ന്, മകളെ, ഒന്നുകൊണ്ടും ദുഃഖിക്കേണ്ട, നിന്റെ രക്ഷിതാവായ ഞാൻ സഹിച്ചത് നീ ഓർക്കുന്നില്ലേ എന്നും മറ്റും അരുളി ചെയ്യും. അതോടെ എനിക്ക് നല്ല ശക്തിയും ധൈര്യവും കിട്ടും. പാതിര കഴിഞ്ഞ് 2:45 മണിക്ക് അവർ ഒരു ഭയങ്കര പ്രവൃത്തി ചെയ്ത സമയത്ത് ഞാൻ വശം കെട്ട് ഒന്നിനും സാധിക്കാതെ കിടക്കുന്ന സമയം അവിടുന്ന് സ്വരമുയർത്തി. തിങ്കളാഴ്ച കുറച്ച് ആശ്വാസമായിരുന്നു. വീണ്ടും ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് സ്നേഹരക്ഷിതാവ് വളരെ സ്നേഹത്തോടെ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എൻ്റെ മകളെ, നീ നിന്നെ തന്നെ എത്രയധികമായി എനിക്ക് സമർപ്പിക്കുന്നുവോ
അത്രയും എൻ്റെ ഹൃദയം നിന്നെ സ്നേഹിക്കുകയും എൻ്റെ പീഡകൾ നിന്നെ അനുഭവിപ്പിക്കുകയും ചെയ്യുമെന്ന് അറിഞ്ഞുകൊള്ളുക. ഇത് എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം. മകളെ, എന്നോടുകൂടെ പീഡകളും ഞെരുക്കങ്ങളും സഹിക്കുന്നവർക്ക് ഒടുവിൽ നിത്യസമ്മാനം ഇരട്ടിയായി കൊടുക്കുന്നവൻ ഞാനാകുന്നു. നീ ധൈര്യമായിരിക്കുക. ഇപ്പോൾ നീ ഏറ്റവും വലിയ പീഡകൾക്കും കഠിന ഞെരുക്കത്തിനും ഒരുങ്ങിക്കൊള്ളുക. ഓ എൻ്റെ രക്ഷിതാവേ, ഇപ്പോൾ തന്നെയോ എന്ന് വ്യസനത്തോടെ ഞാൻ ചോദിച്ചു. അതെ, ഇപ്പോൾ തന്നെ എന്ന് ഉത്തരിച്ചു. ഉടൻ ഞാൻ, എൻ്റെ സ്നേഹരക്ഷിതാവേ, ഇതാ നിന്റെ ദാസി എല്ലാറ്റിനും ഒരുങ്ങിയിരിക്കുന്നു. എങ്കിലും എൻ്റെ നല്ല ഈശോയെ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കന്യാവ്രതത്തിനെതിരായുള്ള പീഡകൾ മാറ്റിത്തരണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്നും മറ്റും അപേക്ഷിച്ചു. മകളെ, നീ എൻ്റെ മണവാട്ടിയായതുകൊണ്ട് നിന്റെ ആത്മാവും ശരീരവും ഏറ്റവും അഴകുള്ളതായും നിന്റെ കന്യാവ്രതം എല്ലാവരുടെയും ശോഭയുള്ളതായും നിന്റെ മോക്ഷ മണവാളനായി എനിക്ക് നിന്നെ ആകാശമോക്ഷത്തിൽ വെച്ച് തന്നെയല്ല, ഈ ലോകത്തിൽ വെച്ചുകൂടെ ഏറ്റവും അഴകുള്ള ഒരു മണവാട്ടിയാക്കുന്നതിന് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനാൽ ഇത് നീ സഹിച്ചേ മതിയാകൂ. ഇത് എൻ്റെ തിരുമനസ്സാകുന്നു. ഇത് എല്ലാവർക്കും കൊടുക്കപ്പെടുന്നതല്ല. നീ എന്തേ കലങ്ങുന്നു? എൻ്റെ കന്യാവ്രതത്തെ നീ കാത്തുകൊള്ളണമേ, എന്നെ നീ സഹായിക്കണേ എന്നും മറ്റും എൻ്റെ ഹൃദയത്തിൻ്റെ വലിയ വ്യസനത്തോടെ അപേക്ഷിച്ചു. വീണ്ടും അവിടുന്ന്, ഇന്നത്തെ ഈ കഠിന പീഡകൾ നീ സഹിച്ച് ദൈവശുശ്രൂഷിയായ ഒരു വൈദികന്റെ മാനസാന്തരത്തിനും ആത്മരക്ഷയ്ക്കും വേണ്ടി കാഴ്ചവെക്കണം എന്ന് അരുളിച്ചെയ്ത് ആശീർവാദവും തന്ന് കുറച്ച് ഉയർന്നു നിന്നു. 8:30 മണി അടിച്ചു. ആ ക്ഷണം പട പോലെ ഓരോ ഭയങ്കര ആയുധങ്ങൾ കൊണ്ടുവന്ന് മുറി നിറച്ചു. ഞാൻ അകപ്പെട്ടിരിക്കുന്ന പീഡകൾ ഓരോന്ന് തിരിച്ച് ഓർക്കുന്നതിനുകൂടെ എനിക്ക് സാധിക്കുന്നില്ല. കുംഭസാരത്തിൽ പരമാർത്ഥമായി എല്ലാം അറിയിച്ചിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ മിണ്ടടങ്ങുന്നു. എന്ത് ഞാൻ പറയേണ്ടു പിതാവേ, എനിക്ക് സാധിക്കുന്നില്ല. ഒടുവിൽ പാതിര കഴിഞ്ഞ് 3 മണി സമയം ഒരു ഭീകര പ്രവൃത്തി ചെയ്ത് അതിൽ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്ന സമയം ഒരു മാലാഖ ചമ്മട്ടിയെടുത്ത് കോപത്തോടെ ഇറങ്ങി വന്ന്, നരകപിശാചുക്കളെ, നിങ്ങൾ ഇത്ര കഠിന പ്രവൃത്തികൾ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഇല്ല. നിങ്ങൾ പല വർഷങ്ങളായല്ലോ ദൈവത്തിൻ്റെ ഈ മണവാട്ടിയോട് യുദ്ധം തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വല്ല ഫലവും കിട്ടിയോ? ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഇനി ഇതിനു മീതെ എന്താണ് ചെയ്യാനുള്ളത്? അത് മിഖായേൽ മാലാഖയാണ്. ഇനി വല്ലതുമുണ്ടോ? ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് സഹിക്കരുതാത്ത അലർച്ചയോടും കോപത്തോടും കൂടെ അവർ പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്നേഹരക്ഷിതാവ് സ്വരമുയർത്തി ചമ്മട്ടി കൊണ്ടടിച്ച് ക്ഷണത്തിൽ എൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞു. ആ നിമിഷം മാലാഖ ദൈവശത്രുക്കളായ നരകപിശാചുക്കളെ, ദൈവത്തിൻ്റെ മണവാട്ടിയോട് ഏറെ വർഷം യുദ്ധം ചെയ്ത് തോറ്റവനായ സ്കിൽനുർഹായെ, നിന്റെ കൂട്ടുകാരോടുകൂടെ നരകപ്രഭുവായ സാത്താനെ, ക്ഷണം ദൈവത്തിരുമുൻപാകെ നിന്ന് നരകപാതാളത്തിലേക്ക് ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞ് മാലാഖ അതിൽ വലിയവൻ്റെ തലയിൽ ചമ്മട്ടി കൊണ്ട് കഠിനമായി അടിച്ചു. ആ ക്ഷണം എല്ലാം പോയി കഴിഞ്ഞു. അതിനുശേഷം വേറെ 3 മാലാഖമാർ കൂടി ഇറങ്ങി വന്ന് എന്നെ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് പതുക്കെ കട്ടിലിൽ കിടത്തി. നല്ല തൈലം പോലുള്ള ഒരു മരുന്ന് എൻ്റെ ദേഹമാസകലം നല്ലവണ്ണം നനയുവാൻ തക്കവണ്ണം ഒഴിച്ചു. ആ ക്ഷണം അല്പം മുകളിലായി ഉയർന്നു നിന്നിരുന്ന എൻ്റെ സ്നേഹരക്ഷിതാവും പരിശുദ്ധ അമ്മയും അനേകം മാലാഖമാരും വേദസാക്ഷികളും കന്യാസ്ത്രീകളും എൻ്റെ മുറിയിൽ ഇറങ്ങി വന്നു. ഇവർ എല്ലാവരും 8:30 മണിക്ക് നിൽക്കുന്നവരാകുന്നു. നല്ല ഈശോ എൻ്റെ അടുക്കൽ വന്ന്, എൻ്റെ സ്നേഹമണവാട്ടിയെ, നിന്റെ അഴകുള്ള ആത്മാവിനെയും ശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തെയും നിന്റെ മോക്ഷമണവാളനായ ഞാനും നിന്റെ പരിശുദ്ധ അമ്മയും കണ്ട് സന്തോഷിക്കുന്നു എന്ന് അരുളിച്ചെയ്ത് എൻ്റെ കവിളത്തെ വളരെ സ്നേഹത്തോടെ തട്ടി. ഈ ദിവസങ്ങളിൽ നീ സഹിച്ചിരുന്നത് ഏറെ വർഷത്തെ കഠിന പീഡകളെക്കാളും നിന്റെ ആത്മാവിന് വളരെ യോഗ്യതയുള്ളതാകുന്നു എന്നു പറഞ്ഞ് അവിടുത്തെ തിരുമുറിവുകൾ മുത്തിച്ചു. അതിനുശേഷം വളരെ സന്തോഷത്തോടെ വേദസാക്ഷികളെയും മറ്റു വിശുദ്ധരെയും കാണിച്ചുകൊണ്ട്
അവർ ലോകത്തിൽ വെച്ച് സഹിച്ചിരുന്ന പീഡകൾക്ക് കൊടുത്തിരിക്കുന്ന നിത്യസമ്മാനം നീ കാണുന്നില്ലേ? ഇതുപോലെ തന്നെ നിന്റെ ഈ പീഡകൾക്കൊടുവിൽ നിത്യസമ്മാനം ഇരട്ടിയായി തന്ന് നിത്യയായി നിന്നെ എന്നോടുകൂടെ സന്തോഷിക്കുകയും ചെയ്യും. അതിനുശേഷം മാലാഖമാരോട് ക്ഷണത്തിൽ എൻ്റെ മുറി ഒരുക്കുവാൻ കൽപ്പിച്ചു. നീ വളരെ ക്ഷീണത്തിലും അവശതയിലും ആയിരിക്കുന്നു അല്ലേ എന്നു പറഞ്ഞ് അവിടുന്ന് അല്പം ഉയർന്നു. പിന്നെ അല്പനേരത്തേക്ക് കണ്ടില്ല. പരിശുദ്ധ അമ്മയും മറ്റും എൻ്റെ അടുക്കലുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്നേഹരക്ഷിതാവ് അനേക മോക്ഷവാസികളുടെയും മാലാഖമാരുടെയും നടുവിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് എനിക്ക് തന്നു. അവിടുത്തെ തിരുമുറിവുകൾ സൂര്യനെ പോലെ ശോഭിച്ചും അതിൽ നിന്ന് വീശിയിരുന്ന പ്രകാശകതിരുകൾ വിവരിക്കാനാവാത്ത വിധം ആ സകലം മിന്നിത്തിളങ്ങുകയും ചെയ്തിരുന്നു. കുർബാന എനിക്ക് തരുന്ന നേരത്ത് അവിടുന്ന് മുഴുവനും സ്നേഹത്താൽ ഒന്നായി പകർന്ന് രൂപാന്തരപ്പെടുകയും ഞാൻ കണ്ടു. കുർബാന എനിക്ക് തരുന്ന നേരത്ത് അവിടുന്ന് മുഴുവനും സ്നേഹത്താൽ ഒന്നായി പകർന്ന് രൂപാന്തരപ്പെടുന്നതും ഞാൻ കണ്ടു. പരിശുദ്ധ അമ്മ എൻ്റെ തലയ്ക്കൽ മുട്ടുകുത്തി നിന്നിരുന്നു. മറ്റു വിശുദ്ധരെല്ലാം മുറിയിലും വരാന്തയിലും ഉയർന്നു നിന്നിരുന്നു. മുറിയുടെ ചുമരുകൾ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ കുറച്ചു നേരത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുന്നില്ല. തന്നോട് കൂടെയുള്ള ഒരു വലിയ സ്നേഹ ഒന്നിപ്പിൽ ഞാൻ ലയിച്ചുപോയി എന്നെനിക്ക് തോന്നുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ദിവ്യ ഈശോയും പരിശുദ്ധ അമ്മയും എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ച് കുറച്ച് വീഞ്ഞ് എനിക്ക് കുടിക്കാൻ തന്നു. വീണ്ടും എൻ്റെ കവിളത്ത് സ്നേഹത്തോടെ മുത്തി. അവിടുന്ന് എന്നെ വീണ്ടും കിടത്തി. അതോടെ എനിക്ക് ആശ്വാസം കിട്ടി. നല്ല ഈശോ, എൻ്റെ സ്നേഹമണവാട്ടിയെ, നീ ദൈവാനുഗ്രഹങ്ങൾക്ക് മരണം വരെ എല്ലായ്പ്പോഴും വളരെ നന്ദിയുള്ളവളായിരിക്കണം. എല്ലാറ്റിലും വളരെ എളിമയോടുകൂടെ ജീവിക്കണം. നിന്ദകളും ഞെരുക്കങ്ങളും സങ്കടങ്ങളും നല്ലവണ്ണം സഹിക്കണം. നന്ദികെട്ട മനുഷ്യരിൽ നിന്ന് എൻ്റെ ഹൃദയം അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് നീ പരിഹാരം ചെയ്യണം. പാപികൾക്കു വേണ്ടിയും തിരുസഭയ്ക്കു വേണ്ടിയും വൈദികർക്കു വേണ്ടിയും പരിശുദ്ധ അമ്മയോടുകൂടെ ചേർന്ന് നല്ലവണ്ണം അപേക്ഷിക്കണം എന്നും മറ്റും അരുളി ചെയ്തു. ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ് തിരുമുറിവുകൾ തിരിച്ചു മുത്തിച്ചു ആശീർവാദം തന്നു. പോകുന്ന സമയം ആ മരണപ്രമാദത്തിൽ കിടക്കുന്ന വൈദികൻ രക്ഷപ്പെടും. നീ സന്തോഷമായിരിക്കണം എന്ന് പറഞ്ഞ് വളരെ സ്നേഹവാത്സല്യത്തോടെ എൻ്റെ കവിളത്ത് വീണ്ടും മുത്തി. അവിടുന്ന് അമ്മേ, മകളെ ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മ എൻ്റെ അടുക്കലിരുന്ന് എനിക്ക് ആശ്വാസം തരികയും ചെയ്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ, മകളെ, നീ വളരെ ദൈവാനുഗ്രഹങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും ഈ കഠിന യുദ്ധത്തിൽ ദൈവം നിന്നെ ജയം പ്രാപിച്ചതിനെക്കുറിച്ചും ദൈവത്തിന് മരണം വരെ സ്തോത്രം ചെയ്യണം. മകളെ, ഇപ്പോൾ എന്നോടുകൂടെ ചേർന്ന് അവിടുത്തേക്ക് സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞ് മാലാഖമാരോടുകൂടെ പരിശുദ്ധ അമ്മ സ്തോത്ര സങ്കീർത്തനങ്ങൾ പാടാൻ തുടങ്ങി. 4 മണി തുടങ്ങി 5 മണി വരെ പാടി. പിന്നെ ഞാനും അമ്മയും കൊന്ത ചൊല്ലി. കാലത്ത് 6 മണിയായപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, ഇന്ന് എനിക്ക് വീണ്ടും കുർബാന കൈക്കൊള്ളാൻ പാടുണ്ടോ എന്ന്. പരിശുദ്ധ അമ്മ, മകളെ, നീ കൈക്കൊള്ളണം. നിന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുന്നത് എൻ്റെ തിരുക്കുമാരന് അധികം ഇഷ്ടമാകുന്നതുകൊണ്ട് നീ കുർബാന കൈക്കൊണ്ട് ആ വൈദികന്റെ പാപപരിഹാരത്തിനും ആത്മരക്ഷയ്ക്കും വേണ്ടി കാഴ്ചവെക്കണം എന്ന് അരുളി ചെയ്ത് ആശീർവാദവും തന്നുപോയി. കുർബാന കൈക്കൊണ്ട് മുറിയിൽ വന്ന ക്ഷണം പരിശുദ്ധ അമ്മ വന്ന് എനിക്ക് ആശ്വാസം തരികയും ചെയ്തു. എൻ്റെ ദേഹമാസകലം ശക്തിയായ വേദന ഉണ്ടായിരുന്നു. എൻ്റെ അമ്മേ, എന്തേ ഈ പാപിയോട് ഇതിൻവണ്ണം ചെയ്യുന്നു എന്നും മറ്റും ഞാൻ അപേക്ഷിച്ചതിന് എൻ്റെ മകളെ, ആ കഠിന പീഡകൾ സഹിച്ച സമയം നിന്റെ അമ്മയായ ഞാൻ അതെല്ലാം കണ്ട് സഹിച്ച് ദൂരെ നിന്നിരുന്നു. അപ്പോൾ ഒന്നും ഞാൻ ചെയ്തില്ല. ഇപ്പോൾ നിന്റെ അമ്മയായ ഞാൻ തരുന്ന അല്പ ആശ്വാസം നീ കൈക്കൊള്ളണം. ഇത് എനിക്ക് ഇഷ്ടമാകുന്നു. ഇത് ചെയ്യുന്നത് എൻ്റെ തിരുക്കുമാരൻ്റെ തിരുമനസ്സാകുന്നു. എൻ്റെ അമ്മേ, നിന്റെ ഇഷ്ടം എല്ലാറ്റിലും എന്നിൽ നിറവേറ്റണമേ. നിന്റെ തിരുമനസ്സിന് ഞാൻ കീഴ്വഴങ്ങുന്നു എന്നും മറ്റും അപേക്ഷിച്ചു. അമ്മേ, പിതാവ് ചോദിക്കുന്നു, പരിശുദ്ധ അമ്മ എൻ്റെ മരണസമയത്തല്ലാതെ വരികയില്ല, ഇനി നല്ലവണ്ണം കാണുകയില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇപ്പോൾ വരുന്നത് എന്ന്. മകളെ, നീ ഈ ദിവസങ്ങളിൽ മരണാസന്നയെ പോലെ കഠോര പീഡകൾ സഹിക്കുന്നതും
മരണത്തോളം പല പ്രാവശ്യമായതും നിന്റെ ആത്മപിതാവിന് അറിവില്ലേ? അതിനാലാകുന്നു നിന്റെ അമ്മ ഈ സമയത്ത് സഹായത്തിന് വന്നത് എന്നറിയിക്കണം. പിതാവിന് ആശീർവാദവും തന്നു. ഇന്ന് ബുധനാഴ്ച 7 മണിക്ക് ദൈവശുശ്രൂഷിയായ ആ വൈദികൻ മരിച്ചു. പരിശുദ്ധ അമ്മ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് മോക്ഷവാസികളോടും മാലാഖമാരോടും ചേർന്ന് അമ്മ ദൈവത്തിന് സ്തുതിഗീതങ്ങൾ പാടി സന്തോഷിച്ചു. മകളെ, ഇന്നലത്തെ സഹനങ്ങളുടെ ഫലമാകുന്നു ഈ ആത്മാവിൻ്റെ രക്ഷ. നീ സന്തോഷമായിരിക്കുക. ഇനിയും നീ മരണാസന്നർക്ക് വേണ്ടിയും പാപികൾക്ക് വേണ്ടിയും നല്ലവണ്ണം അപേക്ഷിക്കണം. മകളെ, ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ള ഗുണദോഷങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഞാൻ പോകുന്നു. മകളെ, നീ ദുഃഖിക്കേണ്ട. നിന്റെ അമ്മ എല്ലായ്പ്പോഴും നിന്നോട് കൂടെയുണ്ട്. സംശയിക്കേണ്ട. മരണനേരത്തിൽ മാത്രമേ നല്ലവണ്ണം തെളിവായി കാണാൻ ഇടവരികയുള്ളൂ. ദുഃഖിക്കേണ്ട. മകളെ, നീ നല്ല സന്തോഷമായിരിക്കണം. എല്ലാറ്റിലും വളരെ എളിമയോടെ ജീവിക്കണം. ആശീർവാദവും തന്ന് പരിശുദ്ധ അമ്മ പോയി പിതാവേ. ഇതിൽ പലതും മറന്നുപോയിട്ടുണ്ട്. ഇനി ആരെയും അറിയിക്കാതെ വായിച്ചു കഴിയുമ്പോൾ തന്നെ കീറിക്കളയണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവേ, ഈ പാപിക്ക് ദൈവം ചെയ്തിരിക്കുന്ന അളവറ്റ ദൈവാനുഗ്രഹങ്ങളെക്കുറിച്ച് എൻ്റെ പേരിൽ സ്നേഹപിതാവ് കൂടെ നല്ല ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സ്തോത്രം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ ഗുണദോഷ മറുപടിയും ആത്മപിതാവിനെടുത്തതും സ്ലീഹായ്ക്കെടുത്തതുമായ ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്ന് അയോഗ്യ ശുശ്രൂഷയും എളിയ മകളുമായ കർമ്മലീത നിഷ്പാദക 3-ാം സഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എവുപ്രാസ്യ. ഇത്രയേറെ ദൈവാനുഗ്രഹങ്ങൾക്ക് എന്തു പ്രതിനന്ദിയാണ് അവിടുത്തോട് ഞാൻ കാണിക്കേണ്ടത് എന്നോർത്തു ദുഃഖിക്കുന്നു. പിതാവ് എന്നെ കുറ്റപ്പെടുത്തുകയും എളിമപ്പെടുത്തുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവേ, ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ നല്ല വേദനയുണ്ട്. ചിലപ്പോൾ ശക്തിയായി വരും. സാരമില്ല. എന്തെങ്കിലും ഒന്ന് സഹിക്കേണ്ടേ? അപേക്ഷിക്കണമേ.